പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് പിയാഷെ നൽകിയിട്ടുള്ള ആശയങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത് അല്ലേ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രൂണറുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ഓക്കെ, ബ്രൂണർ ഒരു സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദിയായിരുന്നു. ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ബ്രൂണർ. എന്നാൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് വൈഗോസ്കിയാണ്. ഓക്കെ, അപ്പോൾ അതായത് സമൂഹത്തിനും കുട്ടികളുടെ വികാസത്തിൽ പങ്കുണ്ട് എന്ന ഒരു വാദക്കാരൻ തന്നെയായിരുന്നു ആര്, നമ്മുടെ ബ്രൂണറും. ഓക്കെ, പിയാഷെ സാമൂഹിക ഇടപെടലുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. ഓക്കെ, ബ്രൂണറും വൈജ്ഞാനിക വികാസം ചില ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് അഭിപ്രായപ്പെട്ടു. പിയാഷെ പറഞ്ഞതുപോലെ ചില ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികളുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് എന്ന് തന്നെയായിരുന്നു ബ്രൂണറുടെയും അഭിപ്രായം. ഓക്കെ, പിയാഷെയുടെ ഘട്ടങ്ങൾക്ക് സമാനമായിക്കൊണ്ട് ബ്രൂണർ നിർദ്ദേശിച്ച കുട്ടികളുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളാണ്. ഫസ്റ്റ് വൺ, പ്രവർത്തന ഘട്ടം. ഓക്കെ, പ്രവർത്തന ഘട്ടം അഥവാ എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയും. എനാക്റ്റീവ് സ്റ്റേജ്, പ്രവർത്തന ഘട്ടം. ഓക്കെ, സെക്കൻഡ് വൺ, ബിംബന ഘട്ടം. ബിംബന ഘട്ടം. ഇനാക്റ്റീവ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയും. ഐക്കോണിക് സ്റ്റേജ്. ഓക്കെ, ഇനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് പ്രതീകാത്മക അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം. രൂപാത്മക ഘട്ടം അഥവാ സിംബോളിക് സ്റ്റേജ്. പിയാഷെയുടെ 4 ഘട്ടങ്ങളായിരുന്നു: ഇന്ദ്രിയചാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലേ. അതുപോലെയുള്ള 3 ഘട്ടങ്ങളാണ് ബ്രൂണർ മുന്നോട്ട് വെക്കുന്നത്. ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഇത് കൃത്യമായ ഓർഡറിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ഇത് 3 ആരുടെ ഘട്ടങ്ങളാണ്? ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളാണ്. പിയാഷെ ഓരോ ഘട്ടങ്ങളെയും ഓരോ പ്രായവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലേ. എന്നാൽ ബ്രൂണർ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു പ്രായമൊന്നും മുന്നോട്ട് വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് കുട്ടികളിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നത്. അതുപോലെ ബ്രൂണറുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക വികാസം എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. കുട്ടികളിൽ ആശയങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികളുടെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തന്നെയാണ് ആര്? ബ്രൂണറും. പിയാഷെ, ബ്രൂണർ, വൈഗോസ്കി ഇവരൊക്കെ അറിയപ്പെടുന്നത് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസ്റ്റുകളായിട്ടാണ് അല്ലേ. അതായത് കുട്ടി സ്വയം അറിവ് നിർമ്മിക്കുന്നു, പരിസ്ഥിതിയുമായി ഇടപെടുന്നതിലൂടെ കുട്ടി സ്വയം തിരിച്ചറിയുകയും സ്വയം അറിവ് നിർമ്മിക്കുകയും ചെയ്യുന്നു എന്ന വാദക്കാരാണ് ഇവരൊക്കെ അല്ലേ. പ്രവർത്തന ഘട്ടം അഥവാ ഇനാക്റ്റീവ് സ്റ്റേജ് അല്ലേ. ആദ്യത്തെ ഘട്ടം ഏതാണ്? ബ്രൂണറുടെ ഇനാക്റ്റീവ് സ്റ്റേജ് ആണ് അല്ലേ. പ്രവർത്തന ഘട്ടം അതിൽ തന്നെ ഉണ്ട് അല്ലേ. അതായത് ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ ഇന്ദ്രിയങ്ങളിലൂടെയാണ് അല്ലേ, പ്രവർത്തനങ്ങളാണ്, ഇന്ദ്രിയങ്ങളുടെയും ശാരീരിക ചാലന പ്രവർത്തനങ്ങളിലൂടെയാണ് കുട്ടികൾ അറിവ് സമ്പാദിക്കുന്നത് അല്ലെങ്കിൽ ആശയങ്ങൾ സ്വായത്തമാക്കുന്നത്. ഇത് നമ്മുടെ പിയാഷെ പറഞ്ഞ സെൻസറി മോട്ടോർ സ്റ്റേജിന്, ഇന്ദ്രിയ ചാലക ഘട്ടത്തിന് സമാനമാണ് അല്ലേ. ചിലപ്പോൾ ചോദ്യം വരാം, പിയാഷെയുടെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിന് സമാനമായ ബ്രൂണറുടെ ഘട്ടം ഏത് എന്ന് ചോദ്യം വന്നാൽ ഏതാണ്? പ്രവർത്തന ഘട്ടമാണ് അല്ലേ. അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടികൾ ശാരീരിക പ്രവർത്തനങ്ങളിലൂടെയും ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെയുമാണ്, പ്രവൃത്തിയിലൂടെയാണ് കുട്ടികൾ ആശയങ്ങൾ സ്വായത്തമാക്കുന്നത്, വൈജ്ഞാനിക വികാസം കൈവരിക്കുന്നത്. ഓക്കെ, അതായത് വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഓരോ വസ്തുക്കൾ എടുക്കുക, അത് ചലിപ്പിക്കുക, കടിക്കുക, പിടിക്കുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികളിൽ ഈ കാലഘട്ടത്തിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നത്. ഓക്കെ, ഏത് കാലഘട്ടത്തിലാണ്? പ്രവർത്തന ഘട്ടത്തിൽ. രണ്ടാമത്തെ ഘട്ടം ഏതാണ്? ബിംബന ഘട്ടമാണ് അല്ലേ, അഥവാ ഐക്കോണിക് സ്റ്റേജ്. ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിയാഷെ പറഞ്ഞതുപോലെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിന് സമാനമാണെന്ന് പറയാം. പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന് സമാനമായിട്ടുള്ള ഒരു ഘട്ടമാണ് ബിംബന ഘട്ടം. ഐക്കോണിക് സ്റ്റേജ് ആണ് അല്ലേ. അതായത് ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ വൈജ്ഞാനിക വികാസം നടക്കുന്നത് ബിംബങ്ങളിലൂടെയാണ്. മാനസിക മെൻ്റൽ റെപ്രസെൻറ്റേഷൻ, മെൻ്റൽ മോഡൽസ്, മെൻ്റൽ പിക്ചേഴ്സിലൂടെയൊക്കെയാണ് കുട്ടികളിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നത്. ഏത് ഘട്ടത്തിൽ? ബിംബന ഘട്ടത്തിൽ, ഐക്കോണിക് സ്റ്റേജിൻ്റെ ഘട്ടത്തിലാണ് അല്ലേ. അപ്പോൾ ഈ ഘട്ടത്തിൽ കുട്ടികൾ മാനസിക ബിംബങ്ങളിലൂടെയാണ് വിജ്ഞാനം ആർജിക്കുന്നത്. അതുപോലെ ഈ കാലഘട്ടത്തിൽ, ബിംബന ഘട്ടത്തിൽ, കുട്ടികൾക്ക് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വസ്തു ഇല്ലെങ്കിലും അവയെക്കുറിച്ച് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ ചിത്രങ്ങളൊക്കെ മനസ്സിൽ രൂപപ്പെടുത്താനുമുള്ള കഴിവ് ബിംബന ഘട്ടത്തിൽ കുട്ടികളിൽ കാണപ്പെടുന്നു എന്നാണ്.
അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് 5-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര എന്ന് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ബിംബന ഘട്ടത്തിലെ ഒരു കുട്ടിക്ക് 5-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര എന്ന് പഠിപ്പിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ 5 മഞ്ചാടിക്കുരുകൾ സങ്കല്പിക്കാനും അതിൽ നിന്ന് 2 എണ്ണം മാറ്റി വെച്ചുകൊണ്ട് കുട്ടികൾക്ക് അതിന് ഉത്തരം കണ്ടെത്താനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ, മനോചിത്രങ്ങളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് വൈജ്ഞാനിക വികാസം കൈവരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഘട്ടം ഏതാണ്? പ്രതിരൂപാത്മക ഘട്ടമാണ് അല്ലേ, സിംബോളിക് സ്റ്റേജ് ആണ്, സിംബൽസ് ആണ് അല്ലേ. പിയാഷെയുടെ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജിന് ഉദാഹരണം ഒരു സമാനമാണെന്ന് നമുക്ക് പറയാം അല്ലേ. പിയാഷെയുടെ ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിന് സമാനമാണെന്ന് പറയാം പ്രതിരൂപാത്മക ഘട്ടം. പ്രതിരൂപാത്മക ഘട്ടത്തിൽ കുട്ടികൾ വൈജ്ഞാനിക അനുഭവങ്ങൾ പ്രകടിപ്പിക്കുന്നതും സ്വീകരിക്കുന്നതും പ്രതീകങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രതീകങ്ങൾ അഥവാ സിംബൽസ് അല്ലേ, പ്രധാനമായും ഭാഷ, ലാംഗ്വേജ്, കുട്ടികളുടെ ഭാഷാ രൂപീകരണം, ഭാഷയിലൂടെ കുട്ടികൾ വൈജ്ഞാനിക വികാസം കൈവരിക്കുന്ന ഘട്ടം ഏതാണ്? പ്രതിരൂപാത്മക ഘട്ടത്തിലാണ്. ഓക്കെ, ഇവിടെ പ്രവർത്തനങ്ങളും ബിംബങ്ങളും ഭാഷകളായി മാറുന്നു, ഭാഷാപദങ്ങളായി മാറുന്നു അല്ലേ. ഗുണാത്മകമായ ചിന്തനത്തിനുള്ള ശേഷി കൈവരിക്കുന്നത് ഈ ഘട്ടത്തിലാണ്. ഏത് ഘട്ടത്തിലാണ്? പ്രതിരൂപാത്മക ഘട്ടത്തിലാണ്. കുട്ടികളിലെ ഗുണാത്മക ചിന്ത വികസിക്കുന്നത് ബ്രൂണറുടെ ഏത് ഘട്ടത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏത് ഘട്ടത്തിലാണ്? പ്രതിരൂപാത്മക ഘട്ടത്തിലാണ്. അപ്പോൾ പ്രതിരൂപാത്മക ഘട്ടത്തിൽ സിംബോളിക് സ്റ്റേജിൽ കുട്ടികൾ പ്രതിരൂപങ്ങൾ, സിംബൽസ് ഉപയോഗിച്ചിട്ടാണ് വൈജ്ഞാനിക വികാസം കൈവരിക്കുന്നത്. പ്രധാനമായും ഭാഷയിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് ആശയം സ്വായത്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല, വസ്തുവോ അതിൻ്റെ മാനസിക ബിംബമോ ആവശ്യമില്ല. കുട്ടികൾക്ക് അമൂർത്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ 5-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര എന്നൊരു കുട്ടിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മഞ്ചാടിക്കുരു മനസ്സിൽ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ മഞ്ചാടിക്കുരു നേരിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. കുട്ടിക്ക് 5-ൽ നിന്ന് 2 കുറച്ചാൽ എത്ര എന്ന് ഗുണാത്മകമായിട്ട്, ക്വാളിറ്റേറ്റീവായിട്ട് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, പ്രതിരൂപാത്മക ഘട്ടത്തിൽ സിംബൽസിലൂടെയാണ് കുട്ടികൾ വൈജ്ഞാനിക വികാസം കൈവരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വായത്തമാക്കുന്നത് ആദ്യഘട്ടത്തിൽ അഥവാ പ്രവർത്തന ഘട്ടത്തിൽ കായിക പ്രവർത്തനങ്ങളിലൂടെയും പിന്നീട് ബിംബങ്ങൾ രൂപപ്പെടുത്തുന്നതിലൂടെയുമാണ് അല്ലേ. ആദ്യം എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത്? ആദ്യഘട്ടത്തിൽ പ്രവർത്തനങ്ങളിലൂടെ അഥവാ പ്രവർത്തന ഘട്ടത്തിൽ അല്ലേ, പിന്നീട് ബിംബങ്ങൾ സ്വായത്തമാക്കുന്നതിലൂടെ, ബിംബന ഘട്ടങ്ങൾ, ബിംബങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണ് അല്ലേ. മൂന്നാമത്തെ ഘട്ടത്തിൽ, അവസാനത്തെ ഘട്ടത്തിൽ എങ്ങനെയാണ്? ഭാഷയുടെ സഹായത്തോടെ കുട്ടികൾ വൈജ്ഞാനിക വികാസം കൈവരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബ്രൂണറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം, ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. ഓക്കെ, അപ്പോൾ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഘട്ടങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അതുപോലെ തന്നെ നമ്മൾ ബ്രൂണറെ കുറിച്ച് മുൻപ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ആശയദാന മാതൃക അല്ലേ, കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ആശയദാന മാതൃക ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതുപോലെ ചക്രികാരോഹണം, സ്പൈറൽ ലേണിംഗ് അല്ലേ, ചക്രികാരോഹണ പാഠ്യപദ്ധതി, ചക്രികാരോഹണ രീതി, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അതുപോലെ കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇതൊക്കെയാണ്. അദ്ദേഹം കുട്ടികളുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ബ്രൂണറുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റു ആശയങ്ങളാണ് കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അഥവാ ആശയദാന മാതൃക, ചക്രികാരോഹണ രീതി, കണ്ടെത്തൽ പഠനം. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്രൂണറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചില കോഡ്സാണ്: കുട്ടികളുടെ ജിജ്ഞാസ പ്രകൃതിയുടെ സമ്മാനമാണെന്നും അത് അധ്യാപകൻ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നും പറഞ്ഞിട്ടുള്ളത് ആരാണ്? ബ്രൂണറാണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്രൂണർ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ് അറിവ് ഒരു പ്രക്രിയയാണ്, ഒരു ഉൽപ്പന്നമല്ല. അറിവ്, നോളജ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. വൈജ്ഞാനിക വികാസം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്, അതൊരു പ്രൊഡക്റ്റ് അല്ല. കുട്ടിയെ പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്
സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദവുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? ആരാണ്? വൈഗോസ്കി. അപ്പോൾ വൈഗോസ്കി എന്താണ് കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തെക്കുറിച്ച് പറഞ്ഞത് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, വൈഗോസ്കിയെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു അല്ലേ? അദ്ദേഹമാണ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് അല്ലേ? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് ആരായിരുന്നു? വൈഗോസ്കി ആയിരുന്നു അല്ലേ? കുട്ടികളുടെ വൈജ്ഞാനിക വികാസത്തിൽ സാമൂഹിക ഘടകങ്ങൾക്ക് അതിപ്രധാന പങ്കുണ്ടെന്നാണ് ആരുടെ അഭിപ്രായം? വൈഗോസ്കിയുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ അദ്ദേഹം കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത് സാമൂഹികപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെയാണ് കുട്ടികൾ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കുന്നത് എന്നതിനായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ തിയറി, അദ്ദേഹത്തിൻ്റെ തിയറി അറിയപ്പെടുന്നത് സോഷ്യോ കൾച്ചറൽ തിയറി എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. എന്താണ്? സോഷ്യോ കൾച്ചറൽ തിയറി. സോഷ്യോ കൾച്ചറൽ, സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം എന്നും അറിയപ്പെടുന്നത് ആരുടെ തിയറിയാണ്? വൈഗോസ്കിയുടെ തിയറിയാണ്. ഓക്കെ, സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം എന്നറിയപ്പെടുന്നത് വൈഗോസ്കിയുടെ തിയറിയാണ്. സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? വൈഗോസ്കിയാണ്. അതായത് സഹപാഠികളുമായും തൻ്റെ സാമൂഹിക പരിസ്ഥിതിയുമായുള്ള ഇൻ്ററാക്ഷൻ്റെ ഫലമായിട്ടാണ് കുട്ടികളിൽ വൈജ്ഞാനിക വികാസം നടക്കുന്നത് എന്നാണ് വൈഗോസ്കി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ തൻ്റെ ഫ്രണ്ട്സുമായിട്ടും മറ്റുള്ളവരുമായിട്ട്, ടീച്ചേഴ്സുമായിട്ടും പാരൻസുമായിട്ടുമുള്ള സാമൂഹിക ഇടപെടലുകളിലൂടെയാണ് കുട്ടികൾ വൈജ്ഞാനിക വികാസം കരസ്ഥമാക്കുന്നത് എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? വൈഗോസ്കി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, എല്ലാ തരത്തിലുമുള്ള മനോവ്യാപാരങ്ങൾ, മെൻ്റൽ ഓപ്പറേഷൻസ് കുട്ടി പഠിക്കുന്നത് എങ്ങനെയാണ്? കുട്ടി ആർജിക്കുന്നത് എങ്ങനെയാണ്? സാമൂഹികവും സാംസ്കാരികവുമായ ഇടപാടുകളിലൂടെയാണ് എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? വൈഗോസ്കി അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ വൈഗോസ്കി പ്രാധാന്യം നൽകുന്നത് എന്തിനാണ്? സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങൾക്ക്. എന്തിൽ? കുട്ടിയുടെ അറിവ് നിർമ്മാണത്തിൽ അല്ലെങ്കിൽ വൈജ്ഞാനിക വികാസത്തിന് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങൾക്കുള്ള പങ്കിനെക്കുറിച്ചാണ് ആര് പഠിച്ചിരുന്നത്? വൈഗോസ്കി പഠനം നടത്തിയിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കുട്ടിയെ ഈ വൈജ്ഞാനിക വികാസത്തിന് സഹായിക്കുന്നത് കൾച്ചറൽ ടൂൾസ് ആണ്. കൾച്ചറൽ ടൂൾസ്, സാംസ്കാരിക ഉപകരണങ്ങൾ. അപ്പോൾ സാംസ്കാരിക ഉപകരണങ്ങൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈഗോസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സാംസ്കാരിക ഉപകരണങ്ങളാണ് ഒരു കുട്ടിയെ വൈജ്ഞാനിക വികാസത്തിന് സഹായിക്കുന്നത് എന്നാണ് ആരഭിപ്രായപ്പെടുന്നത്? വൈഗോസ്കി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഒരു കുട്ടി താൻ ജീവിക്കുന്ന സാംസ്കാരിക ചുറ്റുപാടുകളോടാണ് ഇടപഴകുന്നത് എന്ന് നമുക്കറിയാം അല്ലേ? ഈ സംസ്കാരം വികസിച്ചു കൊണ്ടുവന്ന വിവിധ തരത്തിലുള്ള ഉപകരണങ്ങൾ, വിവിധ തരത്തിലുള്ള വസ്തുക്കൾ, അതിനെയാണ് വൈഗോസ്കി കൾച്ചറൽ ടൂൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൾച്ചറൽ ടൂൾസ് ഉപയോഗിച്ചാണ് കുട്ടി വൈജ്ഞാനിക വികാസം കൈവരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കൾച്ചറൽ ടൂൾസിനെ അദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നു: ഫിസിക്കൽ ടൂൾസ് ആൻഡ് സൈക്കോളജിക്കൽ ടൂൾസ്. ഏതാണ്? ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ ഭൗതിക ഉപകരണങ്ങളും അതുപോലെ മാനസിക ഉപകരണങ്ങൾ, ഇങ്ങനെ രണ്ടായിട്ട് വൈഗോസ്കി തിരിക്കുന്നു. അപ്പോൾ കൾച്ചറൽ ടൂൾസാണ് കുട്ടിയെ വൈജ്ഞാനിക വികാസത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, സാംസ്കാരിക ഉപകരണങ്ങൾ അല്ലേ? ഈ സാംസ്കാരിക ഉപകരണങ്ങൾ അദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നു: ഭൗതിക ഉപകരണങ്ങളെന്നും മാനസിക ഉപകരണങ്ങളെന്നും. ഭൗതിക ഉപകരണങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ബുക്സ്, അതുപോലെ എഴുത്തുപകരണങ്ങൾ, അച്ചടി സാമഗ്രികൾ, അതുപോലെ കമ്പ്യൂട്ടേഴ്സ്. ഇതൊക്കെ എന്താണ്? ഫിസിക്കൽ ടൂൾസാണ്. ഇതൊക്കെ കുട്ടിയെ വൈജ്ഞാനിക വികാസത്തിന് ഹെൽപ്പ് ചെയ്യുന്ന വസ്തുക്കളാണ് അല്ലേ? അപ്പം നമ്മളെ ചുറ്റുപാടും കാണുന്ന, നമ്മുടെ സമൂഹത്തിൽ കാണപ്പെടുന്ന ഭൗതികപരമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ടൂൾസ്, ഉപകരണങ്ങൾ, വസ്തുക്കൾ, ഇതിനെയാണ് അദ്ദേഹം ഫിസിക്കൽ ടൂൾസ് എന്ന് ഉപയോഗിച്ചത്. അതായത് ഒരു കുട്ടിയെ വിജ്ഞാനം ആർജിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടൂളുകൾ അല്ലേ? കമ്പ്യൂട്ടേഴ്സ്, അതുപോലെ ബുക്സ്, അച്ചടി ഉപകരണങ്ങൾ, ഇതൊക്കെയാണ് ഫിസിക്കൽ ടൂൾസ് എന്ന് അദ്ദേഹം, ഭൗതിക ഉപകരണങ്ങൾ എന്ന് അദ്ദേഹം വിളിച്ചിരുന്നത്. ഓക്കെ, രണ്ടാമത്തെ തരത്തിലുള്ളത് എന്താണ്? സൈക്കോളജിക്കൽ ടൂൾസ് ആണ് അല്ലേ? സൈക്കോളജിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഭാഷ, അതുപോലെ കലാസൃഷ്ടികൾ, എഴുത്തു മാതൃകകൾ, കുട്ടികൾക്ക് രേഖാചിത്രങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള കുട്ടികളുടെ മെൻ്റൽ ഓപ്പറേഷൻസിന് ഹെൽപ്പ് ചെയ്യുന്ന ഉപകരണങ്ങൾ, അതാണെന്ത്? സൈക്കോളജിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പോൾ വൈഗോസ്കി അഭിപ്രായപ്പെടുന്നത് സാമൂഹിക സാംസ്കാരിക ഇടപെടലുകളിലൂടെയാണ് കുട്ടികളുടെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അതിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? കൾച്ചറൽ ടൂൾസാണ്, സാംസ്കാരിക ഉപകരണങ്ങളാണ്. സാംസ്കാരിക ഉപകരണങ്ങളെ അദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നു: ഭൗതിക ഉപകരണങ്ങളെന്നും മാനസിക ഉപകരണങ്ങളെന്നും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈഗോസ്കിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ വൈഗോസ്കിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടാവാം എന്ത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ?
സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ZPD എന്ന് പറയുന്നത്. അതുപോലെ വൈഗോസ്കിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സ്കഫോൾഡിംഗ്, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, സംവാദാത്മക പഠനം, ഇതൊക്കെ പ്രതിക്രിയ അധ്യാപനം, ഇതൊക്കെ വൈഗോസ്കിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. എന്താണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? അദ്ദേഹം പറയുന്നത് നമ്മുടെ വൈജ്ഞാനിക വികാസത്തെ 2 തലങ്ങളായിട്ട് തിരിക്കാം. അതായത് ഒരു കുട്ടിയുടെ വൈജ്ഞാനിക വികാസത്തിന് 2 തലങ്ങൾ, 2 എബിലിറ്റി ലെവൽസ് ഉണ്ട്. ഫസ്റ്റ് വണ്ണാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, മലയാളത്തിൽ യഥാർത്ഥ വികസന തലം. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്, യഥാർത്ഥ വികസന തലം എന്ന് വിളിക്കും. യഥാർത്ഥ വികസന തലം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വയം എത്തിച്ചേരാൻ കഴിയുന്ന ഒരു തലമാണ്. അതായത് സ്വയം ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ കഴിയുന്ന തലം. ഒരാൾക്ക് ഒരു പ്രോബ്ലം ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം തന്നെത്താനെ സ്വയമായിട്ട് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ തലമാണ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വികസന ശേഷി തലം എന്ന് പറയാം. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസന ശേഷി തലം അല്ലെങ്കിൽ വികാസശേഷി തലം എന്ന് പറയാം. അപ്പോൾ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് അതുപോലെ ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇത് ഈ 2 തലങ്ങളായിട്ട് ഒരാളുടെ വികസനത്തെ നമുക്ക് തിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സ്വയം ഒരു പ്രോബ്ലം ലഭിച്ചു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ കഴിയുന്നത് എത്രത്തോളമാണ് എന്നതിനെ സൂചിപ്പിക്കുന്നത് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻ്റ് ആണ്. എന്നാൽ മറ്റൊരാളുടെ സഹായത്തോടെ ഒരാൾ ചെറുതായിട്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, സഹായിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആ വ്യക്തിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന തലമാണേത്? ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാം. ഇത് ആക്ച്വൽ യഥാർത്ഥ വികസന തലം. സ്വയം ഒരാൾക്ക് ഇത്രത്തോളം ചെയ്യാൻ കഴിയുന്നു, മറ്റൊരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇത്ര വരെ, ഇത് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡെവലപ്മെൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്വയം ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം ആ കുട്ടിക്ക് സോൾവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ഇത്രത്തോളം മാത്രമേ ആ കുട്ടിക്ക് കഴിയുള്ളൂ സ്വയമായിട്ട്. എന്നാൽ ഇവിടെ ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഇത്ര വരെ ആർജിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിന് രണ്ടിനും ഇടയിൽ വരുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലേ, ഈ വിടവിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ZPD എന്ന് വിളിക്കുന്നത്. അപ്പോൾ ZPD എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ വികസന തലവും വികസന ശേഷി തലവും തമ്മിലുള്ള ഗ്യാപ്പ്, അന്തരത്തെയാണ് ZPD എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കൈത്താങ് അല്ലേ, സ്കഫോൾഡിങ്, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അല്ലേ. സ്കഫോൾഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വികസന ശേഷി തലത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി, കുട്ടിക്ക് എവിടെ എത്തിച്ചേരണം? വികസന ശേഷി തലത്തിൽ എത്തിച്ചേരണം. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ, സഹായം, ഇവ തന്നെക്കാൾ അറിവുള്ള ഒരു വ്യക്തി, മോർ നോളജബിൾ അതർ, MKO എന്ന് പറയും. മോർ നോളജ്, തന്നെക്കാൾ അറിവുള്ള മറ്റൊരു വ്യക്തി നൽകുന്നതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടിക്ക് വികസന ശേഷി തലത്തിൽ എത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ, ഇവ കുട്ടിയേക്കാൾ കൂടുതൽ അറിവുള്ള ഒരു വ്യക്തി, അതായത് ഒരു ടീച്ചറോ ഒരു പാരൻറ്റോ ഒരു സഹപാഠിയോ ആരുമാവാം, ഇങ്ങനെ ഒരു വ്യക്തി നൽകുന്നതിനെയാണ് സ്കഫോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്കഫോൾഡിംഗ് അഥവാ മലയാളത്തിൽ അതിനെ കൈത്താങ്ങ് എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ കൈത്താങ്ങ് എന്ന് പറയും. അപ്പോൾ തനിയെ കുട്ടിക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ടി, കുട്ടിക്ക് സ്വയം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തട്ട് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്കഫോൾഡിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് ആശയങ്ങളാണ് സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, സംവാദാത്മക പഠനം, റെസിപ്രോക്കൽ ടീച്ചിങ്. ഇത് ഓർത്തു വെക്കുക. റെസിപ്രോക്കൽ ടീച്ചിങ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈഗോസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈഗോസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വൈഗോസ്കിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്? സാമൂഹിക, സാംസ്കാരിക,
പശ്ചാത്തലങ്ങളിലൂടെയാണ് കുട്ടികൾ വൈജ്ഞാനിക വികാസം കൈവരിക്കുന്നത്. ഓക്കെ, കുട്ടികൾ സ്വയം അറിവ് നിർമ്മിക്കുകയാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് അല്ലേ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈഗോസ്കിയുമായി ബന്ധപ്പെട്ടതാണ്. വൈഗോസ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളുടെ വികാസത്തിന് 2 എബിലിറ്റി തലങ്ങളുണ്ട് അല്ലേ, 2 ശേഷി തലങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ്. ലെവൽ ഓഫ് ആക്ച്വൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വികസന തലം. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ്. ലെവൽ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വികസന ശേഷി തലം. ഈ വികസന ശേഷി തലത്തിനും യഥാർത്ഥ വികസന തലത്തിനും ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ സ്കഫോൾഡിങ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വൈഗോസ്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ? കുട്ടിക്ക് വികസന ശേഷി എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് കുട്ടിയേക്കാൾ അറിവുള്ള ഒരു വ്യക്തി നൽകുന്ന സഹായം, നിർദ്ദേശങ്ങൾ, ഇതിനെയാണ് സ്കഫോൾഡിങ്. ഈ ഒരു പ്രവർത്തനത്തെയാണ് സ്കഫോൾഡിങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.